Good morning everyone. Today we are going to discuss about the part 3 of electrochemistry. So in part 3 we are dealing with Ostwalds dilution law, buffer solutions, etc. Okay, so let's begin. So first of all, Ostwalds dilution law. So the law states that for a weak electrolyte, the degree of dissociation is inversely proportional to the square root of concentration, or the degree of dissociation is directly proportional to the square root of the volume. So inversely proportional to square root of concentration and directly proportional to square root of volume containing 1 mole of the weak electrolyte. Okay, this is Ostwalds dilution law. So derivation. So we need to prove the Ostwalds dilution law. So consider an aqueous solution of a binary electrolyte Ba of concentration C moles per liter, and let alpha be the degree of dissociation. So alpha is the degree of dissociation. The dissociation and equilibrium conditions may be represented as follows. So initial condition ആണ് initially C എന്ന് പറയുന്ന ബി എ എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ സി ആണ്. ഇനീഷ്യൽ കണ്ടീഷൻ ആയതുകൊണ്ട് റിയാക്ഷൻ ഒന്നും നടന്നിട്ടില്ല, അതായത് പ്രൊഡക്റ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് കോൺസെൻട്രേഷൻ 0. ഓക്കെ, സോ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ബി എ ഈസ് സി. അറ്റ് ഇക്വിലിബ്രിയത്തിൽ ആൽഫയാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഉണ്ടെങ്കിൽ ഒരു സി ആൽഫ പോർഷനാണ് ഡിസോസിയേറ്റ് ചെയ്യുക. കോൺസെൻട്രേഷൻ്റെ സി ആൽഫ പോർഷനാണ് ഡിസോസിയേറ്റ് ചെയ്യുക. സോ റിമൈനിങ് പോർഷൻ എന്ന് പറയുന്നത് സി മൈനസ് സി ആൽഫ ആയിരിക്കും. റിമൈനിങ് പോർഷൻ എന്ന് പറയുന്നത് സി മൈനസ് സി ആൽഫ ആയിരിക്കും. രണ്ടിലും സി കോമൺ ആയിട്ടുള്ളതുകൊണ്ട് പുറത്തെടുത്തിട്ട് സി ഇൻറ്റു 1 മൈനസ് ആൽഫ എന്ന് കൊടുത്തു. സോ ഒരു സി ആൽഫ ബി പ്ലസും ഉണ്ടാവും, സി ആൽഫ എ മൈനസും ഉണ്ടാവും. ഓക്കെ, സോ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ ഇസ് ഈക്വൽ ടു നമുക്കറിയാം പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്റ്റൻ്റ് ആണ്. സോ സി ആൽഫ ഇൻറ്റു സി ആൽഫ ഡിവൈഡഡ് ബൈ സി ഇൻറ്റു 1 മൈനസ് ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു ദി ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ. സോ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. സി ഗെറ്റ് ക്യാൻസൽഡ്. സോ കെ ഇസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ആൽഫ. കെ ഇസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. ഓക്കെ, ദെൻ നമ്മളതിലൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. വി നോ ദാറ്റ് കോൺസെൻട്രേഷനും വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. കോൺസെൻട്രേഷനും വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ സി ഉള്ളിടത്ത് എനിക്ക് എന്ത് കൊടുക്കാം? 1 ബൈ ആൽഫ കൊടുക്കാം. സോ സി ആൽഫ സ്ക്വയർ എന്നുള്ളതിന് പകരം ഞാൻ 1 ബൈ വി എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, 1 ബൈ വി ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അവിടെ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഫോർ എ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഈസ് വെരി 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 ലെസ് ദാൻ 1. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഈസ് വെരി 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 ലെസ് ദാൻ 1. ഓക്കെ, സോ അവിടെ ഞാൻ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ആൽഫ വളരെ 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 1നേക്കാളും വളരെ 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 ചെറുതാണെങ്കിൽ 1 മൈനസ് ആൽഫ വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു 1 ഇറ്റ് സെൽഫ്. സോ ആ ഒരു കണ്ടീഷൻ ഇവിടെ കൊടുത്തിട്ട് കോൺസെൻട്രേഷൻ്റെ ബേസിൽ ഡിനോമിനേറ്റർ അപ്പം എന്തായി പോകും? 1 ആയി പോകും. കോൺസെൻട്രേഷൻ്റെ ബേസിൽ കെ ഇസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ എന്നും വോളിയത്തിൻ്റെ കേസിൽ കെ ഇസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ ബൈ വി എന്ന് കിട്ടും. കെ ഇസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ ബൈ വി എന്ന് കിട്ടും. സോ രണ്ടും ആൽഫ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ ഈക്വൽ ടു റൂട്ട് കെ ബൈ സി എന്നും ആൽഫ ഈക്വൽ ടു റൂട്ട് കെ വി എന്നും കിട്ടും. സോ ദിസ് ഇസ് ആക്ച്വലി ദ ഓസ്റ്റ്വാൾഡ്സ് ഡൈലൂഷൻ ലോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബഫർ സൊല്യൂഷനാണ്. ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ദീസ് ആർ ദ കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ റെസിസ്റ്റ് എനി സ്മോൾ ചേഞ്ച് ഇൻ ദയർ പി എച്ച്. അപ്പോൾ പി എച്ചിൽ ഉണ്ടാകുന്ന ചെറിയ ചേഞ്ചസ് ഒക്കെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുള്ള ആളുകളെയാണ് ബഫർ സൊല്യൂഷൻ എന്ന് വിളിക്കുക. ബ്ലഡ് ഒരു ബഫർ സൊല്യൂഷനാണ്. നമ്മൾ അസിഡിക് ഫുഡ് കഴിച്ചാലും ബ്ലഡിൻ്റെ പി എച്ച് ചേഞ്ച് ആവില്ല. ഓക്കെ, സോ ബഫർ സൊല്യൂഷൻസ് it is one which resists any change in its pH even upon the addition of small amounts of acids or bases. So they can resist any small change in their pH. ഒരുപാട് അങ്ങ് കോരി ഒഴിക്കരുത്, ചെറിയ ചേഞ്ചസ് ഒക്കെ അതിന് എന്ത് ചെയ്യാൻ പറ്റും? അത് ഓവർകം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദർ ആർ 2 types of buffer solutions based on their pH. നമ്മൾ ഉപയോഗിക്കുന്ന ബഫറിൻ്റെ പി എച്ച് അനുസരിച്ച് 2 ടൈപ്പ് ബഫർ സൊല്യൂഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ആസിഡിക് ബഫർ. അപ്പോൾ ആസിഡിക് പി എച്ച് ആയിരിക്കും അതിനുണ്ടാവുക, അതായത് 0 മുതൽ 7 വരെ. ദി അതർ വൺ ഈസ് ബേസിക് ബഫർ. സോ 7 to 14 ഉള്ളതാണ് ബേസിക് ബഫർ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് acidic buffer. So it is prepared by mixing. Remember, this ശ്രദ്ധിക്കുക, ഇത് ഉണ്ടാക്കുന്നത്
prepared by mixing solution of a weak acid and its salt from strong base. Acidic buffer weak acid salt from strong base ആണ്. ഓക്കെ, സിമിലർലി ബേസിക് ബഫർ ആകുമ്പോൾ വീക്ക് ബേസും സോൾട്ട് ഫ്രം സ്ട്രോങ് ആസിഡും ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് an equimolar mixture of acetic acid and sodium acetate. An equimolar mixture of acetic acid and sodium acetate. It maintains the pH around 4.74. ഓക്കെ, ഇനി നമ്മൾ ഇക്യൂമോളാർ അല്ല എടുക്കുന്നതായിരിക്കാം, മൊളാരിറ്റിയിൽ വ്യത്യാസം ഉണ്ടെന്നായിരിക്കും. നമ്മൾ ഒരു ഇപ്പോൾ അസിഡിക് ബഫറിൻ്റെ കേസിൽ ഒരു വീക്ക് ആസിഡും ഒരു സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസും ഡിസോൾവ് ചെയ്തിട്ട് നമ്മളൊരു ബഫർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ ബഫറിൻ്റെ പി എച്ച് വേണ്ടത് ഇപ്പോൾ ഇതിൽ 4.74 എന്ന് തന്നത്, എനിക്കൊരു 3 വേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് ഹെൻഡേഴ്സൺ ഇക്വേഷൻ. ഫുൾ നെയിം ഹെൻഡേഴ്സൺ ഹെയ്സൽബാച്ച് ഇക്വേഷൻ എന്നാണ്. സോ ആ ഇക്വേഷൻ്റെ ഡെറിവേഷനാണ് ഇതിൽ തന്നിട്ടുള്ളത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഇതാണ് ഒരു ആസിഡിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്. എച്ച് എന്നുള്ളത് ഒരു ആസിഡാണ്. വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ H3O+ ഉണ്ടാവും, A- ഉണ്ടാവും. ഓക്കെ, സോ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഓർ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് കറസ്പോണ്ട്സ് ടു എൻ ആസിഡ് ഈസ് കോൾഡ് Ka. അപ്പോൾ Ka is equal to H3O+, കോൺസെൻട്രേഷൻ ഓഫ് H3O+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A- ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H. ഇതിൽ H2O ഉണ്ടാവില്ല, കാരണം H2O ഇങ്ങോട്ട് കൊടുത്തിട്ടാണ് നമ്മൾ K എന്നുള്ളൊരു പുതിയ കോൺസ്റ്റൻറ്റ് കൊണ്ടുവരുന്നത്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ കൊടുത്തിട്ടാണ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് Ka കൊണ്ടുവരുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ H3O+ന് ഇത് സോൾവ് ചെയ്യുന്നു. ഓക്കെ, H3O+ന് സോൾവ് ചെയ്യുന്ന സമയത്ത് H എന്നുള്ളത് ആസിഡാണ്, A- എന്നുള്ളത് നമ്മുടെ സോൾട്ടിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് വീക്ക് ആസിഡാണ് നമ്മളുടെ A. ഓക്കെ, വീക്ക് ആസിഡാണ് നമ്മുടെ HA. സോ ആ A- കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വലന്റ് ടു ദി കോൺസെൻട്രേഷൻ ഓഫ് ദി സോൾട്ട് ആണ്. ഓക്കെ, സോ കോൺസെൻട്രേഷൻ ഓഫ് H3O+ is equal to, so concentration of H3O+ is equal to K into concentration of HA divided by A- എന്നുള്ളടത്ത് HA എന്നുള്ളടത്ത് ആസിഡിൻ്റെ കോൺസെൻട്രേഷനും A- എന്നുള്ളടത്ത് സോൾട്ടിൻ്റെ കോൺസെൻട്രേഷനും കൊടുക്കും. ഓക്കെ, അതൊരു അപ്രോക്സിമേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ രണ്ട് ഭാഗത്തും ലോഗരിതം കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ലോഗ് കൊടുത്താൽ log H3O+ എന്നായി, ഇവിടെ ലോഗ് കൊടുത്താൽ log A ഇൻറ്റു B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log A + log B ആണ്. ആ ഒരു മാത്തമാറ്റിക്കൽ ഫോം വെച്ചിട്ട് log Ka + log കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് ബൈ സോൾട്ട് എന്ന് ഇവിടെ എഴുതി. രണ്ട് സൈഡിൽ നെഗറ്റീവ് ലോഗരിതം കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് log H3O+ is equal to നെഗറ്റീവ് log Ka + log സോൾട്ട് ബൈ ആസിഡ് എന്ന് കിട്ടി. ഓക്കെ, സോ ഇവിടെ ആസിഡ് ബൈ സോൾട്ട് എന്നുള്ളത് സോൾട്ട് ബൈ ആസിഡ് ആവും, ആ വ്യത്യാസമേ ഉള്ളൂ. സോ നമുക്കറിയാം നെഗറ്റീവ് log H3O+ എന്ന് പറഞ്ഞാൽ pH ആണ്, നെഗറ്റീവ് log Ka എന്ന് പറഞ്ഞാൽ pK ആണ്. സോ pH is equal to pKa + log സോൾട്ട് ബൈ ആസിഡ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് pHൻ്റെ ഒരു ആസിഡിക് ബഫറിൻ്റെ pH എത്ര വേണോ അതിനനുസരിച്ച് സോൾട്ടിൻ്റെയും ആസിഡിൻ്റെയും കോൺസെൻട്രേഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹെൻഡേഴ്സൺ ഹെയ്സൽബാച്ച് ഇക്വേഷൻ. ക്ലിയർ? അടുത്താണ് ബേസിക് ബഫർ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് സൊല്യൂഷൻസ് ഓഫ് വീക്ക് ബേസ് ആൻഡ് ഇറ്റ് സോൾട്ട് ഫ്രം എ സ്ട്രോങ് ആസിഡ്. വീക്ക് ബേസും സ്ട്രോങ് ആസിഡും എക്സാമ്പിളാണ് an equimolar mixture of ammonium hydroxide and ammonium chloride. It maintains the pH around 9.25. സോ pH ഓഫ് ബേസിക് ബഫർ ഇനി അതെങ്ങനെ കാണുന്നുള്ളതാണ്. അതിനും സെയിം മെത്തേഡാണ്, ഹെൻഡേഴ്സൺ ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കുക. സോ ഇതാണ് ഒരു ബേസിൻ്റെ ഡിസോസിയേഷൻ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള അയണൈസേഷൻ കോൺസ്റ്റൻ്റ് ആണത്. അതിൽ നമ്മൾ OHന് സോൾവ് ചെയ്യുന്നു. OHന് സോൾവ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ BOHനും B+നും കറസ്പോണ്ടിങ് ആയിട്ട് ബേസ് ബൈ സോൾട്ട് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, രണ്ട് ഭാഗത്തും ലോഗരിതം എടുക്കുന്നു. അപ്പോൾ log കോൺസെൻട്രേഷൻ ഓഫ് OH- ഈക്വൽ ടു log Kb + log ബേസ് ബൈ സോൾട്ട് എന്ന് കിട്ടുന്നു. നെഗറ്റീവ് log OH- ഇസ് ഈക്വൽ ടു നെഗറ്റീവ് log Kb + ഇത് തിരിയും, സോൾട്ട് മേലെയും ബേസ് താഴെയും പോയി. ഓക്കെ, സോ നെഗറ്റീവ് log OH- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ POH ആണ്, നെഗറ്റീവ് log Kb എന്ന് പറഞ്ഞാൽ PKb ആണ്. സോ POH is equal to PKb + log സോൾട്ട് ബൈ ബേസ് എന്ന് കിട്ടും. സോ POH is equal to PKb +
ലോഗ് സോൾട്ട് ബൈ ബേസ് എന്ന ഇക്വേഷൻ കിട്ടും. ഇതാണ് ഹെൻഡേഴ്സൺ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്നെങ്കിൽ ഒരു ബഫറിൻ്റെ പി എച്ച് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ പി എച്ച് എത്രയാണോ നമുക്ക് ആവശ്യം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര സോൾട്ടും എത്ര ആസിഡും അല്ലെങ്കിൽ എത്ര ബേസും എടുക്കണം എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത യൂട്ടിലിറ്റി ഓഫ് ഹെൻഡേഴ്സൺ ഇക്വേഷൻ. ഇതിൻ്റെ ആവശ്യകതയാണ് കാൽക്കുലേഷൻ ഓഫ് പി എച്ച് ഓഫ് ബഫർ സൊല്യൂഷൻ. രണ്ട്, ടു പ്രിപ്പയർ ബഫർ സൊല്യൂഷൻസ് ഓഫ് സ്യൂട്ടബിൾ പി എച്ച്. രണ്ട് യൂട്ടിലിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞു. അടുത്ത അപ്ലിക്കേഷൻസ് ഓഫ് ബഫർ. ലാസ്റ്റ് പോയിന്റ് ആണ് അപ്ലിക്കേഷൻസ് ഓഫ് ബഫർ. യൂസ്ഡ് ഇൻ മെനി ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ബഫേഴ്സ് ആർ യൂസ്ഡ് ടു മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് പി എച്ച് ഇൻ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ, ടാനിങ് ഓഫ് ലെതർ എക്സെട്ര. ഇതിൽ ഫസ്റ്റ് പറഞ്ഞ യൂസ്ഡ് ഇൻ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. നിങ്ങൾ നമ്മുടെ കോംപ്ലക്സോമെട്രി ചെയ്യുന്ന സമയത്തൊക്കെ ബേസിക് ബഫർ ഉപയോഗിക്കും. ഓക്കെ, ടൈട്രേഷൻ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ബേസിക് ബഫേഴ്സ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അനാലിസിസ് നടത്തുന്ന സമയത്ത് മീൻസ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നടത്തുന്ന സമയത്തും നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് എക്സാമ്പിളുകളുണ്ട്, നിങ്ങൾ ചെയ്യും പ്രാക്ടിക്കൽ ലാബുകളിൽ. രണ്ടാമത്തെ, ബഫേഴ്സ് ആർ യൂസ്ഡ് ടു മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് പി എച്ച് ഇൻ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ, ടാനിങ് ഓഫ് ലെതർ എക്സെട്ര. Third one, buffer systems such as citric acid, sodium citrate are used for sterilizing penicillin preparations, milk of magnesia, etc. അതിൻ്റെ കുറച്ച് അപ്ലിക്കേഷൻസ് ആണ്. Fourth one, for most of the biological reactions in animal systems requires constant pH. It is made possible by carbonic acid carbonate buffers. Okay, carbonic acid and carbonate buffers ആണ് animal system. So that's all about the session. We just finished all the chapter. Okay, so thank you.